നമ്മൾ ഇനി പോകുന്നത് കൊച്ചിയിലേക്കാണ്. അവിടെ അലി അക്ബർ ഷാ തയ്യാറായി നിൽക്കുന്നുണ്ട്. അലി, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് വെങ്കി. അലി, നല്ല ബാക്ക്ഗ്രൗണ്ട് ആട്ടോ, ഫുള്ള് പച്ചപ്പാണ്. ഏതാ, പനമ്പള്ളി നഗറിലാണോ നിൽക്കുന്നത്? നമ്മൾ പനമ്പള്ളി നഗറിൽ തന്നെയാണ്. പനമ്പള്ളി നഗറിൽ ഒരു കുഞ്ഞു വോക്ക് വേ ഉണ്ട്. പനമ്പള്ളി വോക്ക് വേ അപ്പുറത്താണ്. ഇത് നമ്മളുടെ ഹോട്ടലുകളും സ്ഥാപനങ്ങളൊക്കെ വരുന്നതിന്റെ സൈഡിൽ റോഡിന് വശത്ത് തന്നെയുള്ള ഒരു കുഞ്ഞു വോക്ക് വേ ആണ്. ഇവിടെയാണ് നമ്മൾ രാവിലെ ഉള്ളത്. അതെ, അലിയെ കാണുമ്പോഴേ ഈ പച്ചപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അലിയെ കാണുമ്പോൾ യാത്രയെ കുറിച്ചാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അലി ഒരുപാട് യാത്രയൊക്കെ നടത്തുന്ന ഒരാളാണ്. അടുത്തൊരു കൊൽക്കത്ത യാത്രയൊക്കെ നടത്തിയിരുന്നു. അതെ അതെ, അലി യാത്രയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണല്ലേ? തീർച്ചയായും യാത്രകൾ സത്യത്തിൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നൊരു സംഗതി എന്ന് പറയുന്ന യാത്ര തന്നെയാണല്ലോ. നമ്മളിപ്പോൾ എന്ത് ജോലിയാണെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഒരു പരിധി വരെ ഇങ്ങനെ നമ്മളൊന്ന് ടയേർഡായി നിൽക്കുന്ന സമയത്ത് നമ്മൾക്കൊന്ന് എനർജി ബൂസ്റ്റ് ചെയ്യുന്നത് സത്യത്തിൽ യാത്രകളാണ് സത്യത്തിൽ. പുസ്തകം വായിക്കുന്നത് പോലെ തന്നെയാണല്ലോ യാത്രകൾ. ഭയങ്കര ഓർമ്മകൾ നിൽക്കുകയും നമ്മൾ പോയ വഴികളും ഒക്കെ ഒരു 10 പുസ്തകം വായിച്ചതിന് തുല്യമായിരിക്കും ഒരു യാത്ര എന്നൊക്കെ പറയാറുണ്ട്. ആ രീതിയിൽ തന്നെയാണ് യാത്രകളെ കാണുന്നത്. യാത്രകൾ വളരെ ഏറ്റവും പ്രിയപ്പെട്ട സംഗതി തന്നെയാണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ ആ പ്രിയപ്പെട്ടതായിട്ട് തന്നെ നിൽക്കട്ടെ യാത്രകൾ. അപ്പം നമുക്ക് ഇനി ആ ടയേർഡ് ആവുന്നതിന് മുൻപുള്ള വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. കളമശ്ശേരി കഞ്ചാവ് വേട്ട തന്നെയാണ് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് പ്രധാനമായിട്ട് നൽകാനുള്ള ഒരു വാർത്ത. അതിൽ ഈ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പിടിയിലായിട്ടുള്ള ഇതര സംസ്ഥാനക്കാരുടെ മൊഴി അത് നിർണായകമായിരിക്കും. എങ്ങനെയാണ് അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ അന്വേഷണം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ശ്രുതി, തീർച്ചയായും ഈ കൊച്ചിയിലെ കലാലയങ്ങളിലേക്ക് ലഹരി ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ നിർണായക നീക്കങ്ങൾക്ക് വഴിവെച്ചത് സത്യത്തിൽ കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ട തന്നെയാണ്. അതിനുശേഷം തുടരെ വിദ്യാർത്ഥികൾ പിടിയിലാകുന്നു, പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിലാകുന്നു. അതിനുശേഷമാണ് 2 ഇതര സംസ്ഥാനക്കാർ പിടിയിലാകുന്നത്. ഇവരാണ് ഈ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിലേക്ക് ലഹരി എത്തിച്ചു കൊടുത്തത്. ഇവർ വലിയ അളവിൽ വിദ്യാർത്ഥികൾക്ക് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളും വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിപുലമായ പരിശോധനകളിലേക്കും അന്വേഷണങ്ങളിലേക്കും കടന്നിരിക്കുകയാണ്. ഈ 2 ഇതര സംസ്ഥാനക്കാരുടെ മൊഴിയിലുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നതാണ്. അതായത് ഏത് രീതിയിലാണ് കൊച്ചിയിലെ ഈ പറയുന്ന ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്, ഇവരുടെ പ്രവർത്തന രീതി, പ്രവർത്തന മേഖല, ഇത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന അതിനിർണായക വിവരങ്ങൾ തന്നെ ഈ 2 ഇതര സംസ്ഥാനക്കാരുടെ മൊഴിയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ മൊഴി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കുമാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. അസം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഈ കേരളത്തിലേക്ക് ഇത്തരത്തിൽ ഈ ട്രെയിൻ മാർഗം കഞ്ചാവ് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയിരുന്നത്. അത് ശരിവെക്കുന്ന നിലയിലുള്ള പല രീതിയിലുള്ള മൊഴികളുമാണ് ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന 2 ഇതര സംസ്ഥാനക്കാരിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള അന്വേഷണത്തിന് കൂടി വഴിവെക്കുന്ന നിലയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നതും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ഇന്ന് കൊച്ചിയിൽ നിന്നും വരാനുമുണ്ട്. ശ്രുതി, യെസ് അലി, നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ചർച്ച ചെയ്തൊരു കാര്യമാണിത്. പ്രത്യേകിച്ച് ഈ ഇതര സംസ്ഥാനക്കാരുടെ ഒരു റാക്കറ്റ്, അത് പോലീസുകാർ തന്നെ പറയുന്നുണ്ട്, അത് വളരെ ശക്തമാണല്ലേ ഈ കഞ്ചാവ് കൊണ്ടുവരുന്നതിലും മറ്റുമൊക്കെ? തീർച്ചയായും വെങ്കി, പ്രത്യേകിച്ച് നമ്മൾ എറണാകുളത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഈ പെരുമ്പാവൂർ ഭാഗം എന്നൊക്കെ പറയുന്നത് ഇതര സംസ്ഥാനക്കാരുടെ ഒരു കേന്ദ്രമാണ്. അതായത് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത നിലയിലുള്ള പല സെൻറ്ററുകളും ഇവർ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കടന്നു ചെല്ലാനോ മറ്റേതെങ്കിലും രീതിയിലുള്ള പരിശോധനകൾ നടത്താനോ ഒന്നും കഴിയുന്നൊരു സാഹചര്യമല്ല എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സെൻറ്ററുകൾ കേന്ദ്രീകരിച്ചാണ് കൊച്ചിയിലെ ഈ ലഹരി വിൽപ്പന, ലഹരി വിതരണം ഒക്കെ നടക്കുന്നത്. ഇത് പിടിക്കപ്പെടാത്ത നിലയിലുള്ള ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കൊച്ചിയിൽ എത്തിയിട്ടുള്ള ഇതര സംസ്ഥാനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി പിടിയിലായ MDMA പിടിയിലായ ഇതര സംസ്ഥാനക്കാരൻ്റെ വിവരങ്ങൾ പോലീസ് നൽകിയത് ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ഇയാൾ കേരളത്തിലേക്ക് എത്തിയത് പെയിന്റിംഗ് പണിക്ക് വേണ്ടിയാണ്. പിന്നീട് ഇയാൾ കൊച്ചിയിൽ എത്തിയപ്പോഴാണ് പെയിന്റിംഗ് പണിയേക്കാൾ ലാഭകരമായ ബിസിനസ് ലഹരി കച്ചവടമാണെന്ന് മനസ്സിലാക്കുന്നതും കൊച്ചിയിലെ ലഹരി സംഘങ്ങളുമായി ഇയാൾ ബന്ധപ്പെടുന്നതും. അങ്ങനെ ഇയാൾ കൊച്ചിയിലെ ലഹരി മാഫിയ കണ്ണികളിലെ ഒരു പ്രധാനിയായി മാറുകയാണ്. അത്തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലെ ലഹരി സംഘങ്ങൾ, ഇവരുടെ ഈ മാഫിയ സെറ്റപ്പ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തടയിടാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോഴെങ്കിലും നിയന്ത്രിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള പരിശോധനകളും അന്വേഷണങ്ങളും നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുമുണ്ട്. വെങ്കി, ഓക്കെ, മറ്റൊന്ന് ഈ എറണാകുളം കുറുപ്പുംപടിയിൽ നമ്മൾ ഇന്നലെ കേട്ട ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അത് സഹോദരിമാരെ പീഡിപ്പിച്ചു എന്നുള്ളത്. ആ കേസിൽ അന്വേഷണം എന്തായാലും ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് എന്ന് വ്യക്തമാണ്. പക്ഷേ ഇതിൽ ഈ പെൺകുട്ടികൾ 2 വർഷത്തോളമാണ് പീഡനത്തിനിരയായത്. അത് പോലീസ് അക്കാര്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഘട്ടത്തിൽ അടുത്ത എന്താണ് അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ?
ശ്രുതി ഈ പറഞ്ഞതുപോലെ ഇന്നലെ പുറത്തു വന്ന വാർത്ത വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. കുറുപ്പുംപടിയിൽ 10ഉം 12ഉം വയസ്സുള്ള സഹോദരിമാരാണ് കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായത്. ഈ കുട്ടികളെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ആൺ സുഹൃത്തായിരുന്നു. ഇയാൾ ഈ 2 വർഷമായി ഇത്തരത്തിൽ ഈ ഉപദ്രവം തുടർന്നു എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയ ഒരു വിവരം തന്നെയായിരുന്നു. ഈ കുട്ടികൾ ഇത് സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്തിലാണ് ഈ വിവരം പുറത്തു വരുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഈ മൂത്ത കുട്ടിയുടെ ക്ലാസ്സിൽ ഒപ്പം പഠിക്കുന്ന മറ്റു പെൺകുട്ടികളെ കൂടി ഇത്തരത്തിൽ കൊടുക്കാൻ ഈ പിടിയിലായിരിക്കുന്ന പ്രതി ശ്രമിച്ചിരുന്നു. അമ്മയുടെ ആൺ സുഹൃത്തായ പ്രതി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ കുട്ടികളുടെ ഫോട്ടോയിൽ ഈ ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന കൂട്ടുകാരിയെ വീട്ടിലേക്ക് എത്തിക്കണം, ഇന്ന കൂട്ടുകാരിയെ വീട്ടിലേക്ക് എത്തിക്കണം എന്ന് ഇയാൾ പലയാവർത്തി നിർബന്ധിച്ച ഘട്ടത്തിലാണ് ഈ കുട്ടി തൻ്റെ കൂടെ പഠിക്കുന്ന സുഹൃത്തിന് കത്തെഴുതുന്നത്. എൻ്റെ അച്ഛന് ഈ രണ്ടാനച്ഛൻ എന്ന രീതിയിലായിരുന്നു ഇയാൾ ഈ കുട്ടിയുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അച്ഛന് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് വീട്ടിലേക്ക് വരണം എന്നറിയിച്ചുകൊണ്ട് ഈ കുട്ടി സുഹൃത്തുക്കൾക്ക് കത്തെഴുതുകയായിരുന്നു. ഈ കത്ത് ലഭിച്ച കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് ഇതേ സ്കൂളിലെ അധ്യാപികയായിരുന്നു. അങ്ങനെ ഈ അധ്യാപികയുടെ കയ്യിലാണ് ഈ കത്ത് കിട്ടുന്നത്. ഇതിൽ സംശയം തോന്നി ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് ഈ കുട്ടികളുടെ വിശദമായ മൊഴി എടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ, കഴിഞ്ഞ 2 വർഷമായി ഈ കുട്ടികൾ നേരിട്ട് കൊണ്ടിരുന്ന അതിക്രൂര പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. വാളയാറിന് സമാനമായ സംഭവം എന്ന് ചേർത്ത് പറയേണ്ട ഒരു സാഹചര്യം കൂടി ഈ സംഭവത്തിലുണ്ട്. അത്തരത്തിലൊരു അപകടത്തിലേക്ക് പോയില്ല എങ്കിൽ കൂടി അതിന് സമാനമായ നിലയിലുള്ള പീഡനമാണ് കഴിഞ്ഞ 2 വർഷമായി നടന്നതെന്നതാണ്. 2 വർഷമായി പീഡനം തുടരുമ്പോൾ കുട്ടിയുടെ അമ്മ അറിയാതിരിക്കില്ല എന്നതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം. അതുകൊണ്ട് തന്നെ ഈ അമ്മയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇന്ന് പുറത്തു വരാനുണ്ട്. ശ്രുതി.